അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടോ കൂടുതൽ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടോ ഉള്ള ഒരു പ്രചരണം LDFിൻ്റെ പക്ഷത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് അവർക്ക് ഗുണം ചെയ്യില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് LDFിനെ അറിയാം. പകരം അവർ പൊതുവിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് LDFിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കൂ, 2 ദിവസം മുൻപ് വരെ ആ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 221 കോടി രൂപ അവിടെ ഒരു 6 കിലോമീറ്റർ ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ കാര്യങ്ങളും പ്രചരണ കാര്യങ്ങളും കൊണ്ടുപോവുക എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ നഗരത്തിലെ ഈ ട്രാഫിക് പ്രശ്നങ്ങളും മറ്റെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു ബൈപ്പാസ് കൊണ്ടുവരുന്നത്. അതിന് 221 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അൻവർ എന്ന ഒരു ഘടകത്തെ കൂടുതൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും LDFിന് അതിന് തിരിച്ചുള്ള മറുപടികളും പറഞ്ഞ് ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചരണം നടന്നേക്കാം. അത്തരത്തിലൊരു പ്രചരണം LDF എന്തായാലും ഈ അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കില്ല. പകരം മാധു പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. പക്ഷേ അത് ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും അത് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ LDF സർക്കാർ അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിജയിച്ചു എന്ന ഒരവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. എല്ലാ വിമർശനങ്ങളും യഥാർത്ഥത്തിൽ വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ട്. ഒരാളെ ആന ചവിട്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ കടുവ പിടിക്കുന്നു, പുലി പിടിക്കുന്നു, നേരെ ചെല്ലുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, വരുന്നു. അപ്പോഴേക്കും അടുത്ത സംഭവങ്ങൾ വരുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, വരുന്നു. ഇതാണിപ്പോൾ നമ്മൾ ഈ മേഖലകളിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മാത്രമല്ല, വനംവകുപ്പിൻ്റെ ചില നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം LDFിൻ്റെ ഭാഗത്തു നിന്ന്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. 2 തീരുമാനങ്ങൾ വനംവകുപ്പ് എടുത്തത് തെറ്റായിപ്പോയി എന്ന് CPM പരസ്യമായി തന്നെ സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അതിൻ്റെ മറ്റൊരു ഭാഗം വരെ പറഞ്ഞു. അതായത് അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളെ പഴയ വേട്ടയാടുന്നതിന് സമാനമായ നടപടികളിലേക്ക് പോകണം എന്ന് അദ്ദേഹം ഏതാണ്ട് പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് മാധു പറഞ്ഞത് വനംവകുപ്പ് അല്ലെങ്കിൽ കൊല്ലാൻ അനുമതിയുള്ള മൃഗങ്ങളെ കൊന്നതിന് ശേഷം അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണോ വെളിച്ചെണ്ണയിൽ പൊരിക്കണോ എന്ന് CPI നേതാവിൻ്റെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഏതായാലും ഈ വനാതിർത്തിയിലുള്ള ഈ മണ്ഡലം എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തെ PV അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ നേരത്തെ തന്നെ അഡ്വാൻസ് അത് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതാണ്. ഞാൻ വരാം സിക്കെ.